എല്ലാ ചങ്ക കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ എല്ലാവരും മിക്കവാറൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഷാനിടുന്ന ഫോട്ടോയിലൊക്കെ കാണുന്ന കൂട്ടുകാരി അല്ലെങ്കിൽ ആൾ ആരാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് എൻ്റെ കൂട്ടുകാരി തന്നെയാണ്. അതായത് ഒരു 10-25 കൊല്ലം മുന്നേ എൻ്റെ കൂടെ കൂടിയതാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ടേ നമ്മളെ കൂടെ കൂടിയ സാധനമാണിത്. അപ്പോൾ അതിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഈ 25 കൊല്ലത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഇതൊരു ഫ്രണ്ട്ലി റിലേഷൻ ആണോ എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി റിലേഷനൊന്നും അല്ല. ഇത് അതുക്കും മേലെയാണ്, വിവരിക്കാൻ വാക്കുകളൊന്നുമില്ല. അപ്പോൾ അത്ര നല്ലൊരു ഡീപ്പ് റിലേഷൻഷിപ്പാണ് അത്. കൂടപ്പിറപ്പെന്നോ കൂട്ടുകാരിയെന്നോ ക്ലാസ്മേറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അപ്പം ഈ ക്രിസ്മസിന് എങ്ങോട്ട് യാത്ര പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനിലിരുന്നപ്പോഴാണ് ആദ്യം വിചാരിച്ച നിലമ്പൂർക്ക് പോകാമെന്നാണ്. പക്ഷേ നിലമ്പൂർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കിടക്കാനൊന്നും സ്ഥലമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ടുള്ള യാത്ര മാറ്റി വെച്ചു. അപ്പം നമ്മൾ വീണ്ടും തീരുമാനിച്ചു, ഇനിയിപ്പം നമ്മുടെ ടുട്ടൂനെയും കൊണ്ട് പോകാൻ പറ്റിയ ഒരിടമെന്ന് പറയുന്നത് നമുക്കിതേ കൊട്ടാരക്കര തന്നെയുള്ളൂ. നമ്മൾ 2 കൈ നീട്ടി നമ്മുടെ ടുട്ടൂനെ ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരേ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ചിരിച്ചുകൊണ്ട് വരുന്ന കാഴ്ച എന്താണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് വേറൊന്നുമല്ല കേട്ടോ, ഒരാഴ്ച മുന്നേ തോന്നിയൊരു കൊതിയാണ്. ഈ കുമ്പിളപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇതിന് പല രീതിയിൽ പറയുന്നുണ്ട്. തെരളിയപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് പറമ്പിലോ പാടത്തോ ഒന്നും ഇല കാണുന്നില്ല. അങ്ങനെ ആഗ്രഹം ഉള്ളിലൊതുക്കിയിരിക്കുമ്പോഴാണ് ഇതേ നമ്മുടെ യാത്രക്കിടയിൽ നമുക്കൊരു തട്ടുകടയിൽ നമ്മുടെ കുമ്പിളപ്പത്തെ കാണുന്നത്. ഒന്നും നോക്കിയില്ല, ഇതിപ്പോൾ കുണ്ടറയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ചങ്കിൻ്റെ വീട് കുണ്ടറയാണ്, തറവാട്. അപ്പോൾ ഞങ്ങൾ കുണ്ടറ ഏരിയയിൽ വന്നപ്പോഴത്തേക്ക് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തട്ടുകടയിൽ കണ്ടതാണ്, വേറെ ഒന്നും നോക്കിയില്ല. കാറിൻ്റെ വേഗം കുറയ്ക്കാൻ പറഞ്ഞു, ദേ ഇറങ്ങി മേടിച്ചു വന്നു. അപ്പം നമ്മളിതേ ഇപ്പോൾ കണ്ട ബോർഡുണ്ടല്ലോ, സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് പോകാനുള്ള ബോർഡാണ്. ദേ നമ്മൾ ആ വഴി തിരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ രഞ്ജുവിൻ്റെ ഇളയ മോളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിനാണെങ്കിൽ ഈ ചൂട് ഒരുപാടായി കഴിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും കാർ യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങൾ കുണ്ടറ തറവാട്ട് വീട്ടിൽ ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അപ്പം നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സാമ്പ്രാണിക്കുടി ഐലൻഡിൻ്റെ റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ 2 സൈഡിലും നല്ല മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ യാത്ര നല്ല സ്മൂത്തായിരിക്കും, അതായത് തണുപ്പായിരിക്കും. ആ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തണുപ്പിലെത്തപ്പെടും. അതായത് നമ്മൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളൊന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുടിയൊക്കെ ചെയ്കി ഒന്നും കൂടെയൊക്കെ ഒന്ന് മേക്കപ്പ് ഇട്ടതേ എന്നെ റെഡിയാക്കുന്നുണ്ട് എൻ്റെ ചങ്ക്. അപ്പോൾ അതേ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഇറങ്ങുന്ന സ്ഥലത്താണ് നിറയെ കാർ പാർക്കിങ്ങിനൊക്കെ ഒരുപാട്, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ ഹോട്ടൽ കൂടിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കുക. ഏതാണ്ട് ഒരു 3 മണി വരെയൊക്കെ ആ ഹോട്ടലിൽ പ്രവർത്തിക്കുന്നുള്ളത്. ഇനി വൈകിട്ട് പ്രവർത്തനം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് അവിടെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടെർമിനൽ 2 എന്നാണ് എഴുതിയിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കൊല്ലത്ത് നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. സാമ്പ്രാണിക്കുടിയുടെ കഥകളെന്ന് വെച്ചാൽ മനോഹരമായ തടാകങ്ങൾ ചുറ്റപ്പെട്ട ശാന്തമായ കായലാണ്. ശാന്തമായ ഈ കായലിലൂടെ യാത്ര ചെയ്യാൻ എപ്പോഴെങ്കിലും നമുക്ക് ആഗ്രഹം തോന്നുന്നെങ്കിൽ, നമ്മൾ ആ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത്. അഷ്ടമുടി കായലിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കുടി ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ കന്യക സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു മനോഹരമായ ഒരു ദ്വീപാണിത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കൊല്ലം ഇവിടെ ബോട്ടിംഗ് സൗകര്യം കൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നതായിട്ട് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രദേശവാസികൾ ഈ കപ്പലുകളെ ചമ്പ്രാണി എന്ന് വിളിക്കുകയായിരുന്നു. അത് പിന്നീട് ഇതിൻ്റെ പേര് സാമ്പ്രാണിക്കുടി എന്നറിയപ്പെടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. നിലവിൽ ഇത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. സമൃദ്ധമായ കണ്ടൽക്കാടുകൾ ചുറ്റപ്പെട്ട ജലപാതകളുടെ ആശ്വാസകരമായ കാഴ്ച നമ്മുടെ കണ്ണിന് വളരെയേറെ കുളിർമയേകുന്നതാണ്. നമുക്ക് വിശ്വസിക്കാവുന്നതിനൊക്കെ അപ്പുറം മനോഹരമായ ഈ സ്ഥലത്തിലൂടെ DTPC 30 മിനിറ്റ് ക്രൂയിസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് രുചികരമായ പ്രാദേശിക വിഭവങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനും രുചിച്ചറിയുവാനും ഈ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൻ്റെ ജീവിതമൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. കെട്ടുവള്ളത്തിലെ മനോഹരമായ അഷ്ടമുടി പര്യവേഷണം തന്നെ മത്സ്യബന്ധനം ലക്ഷ്യസ്ഥാനത്തെ ഒരു മനുഷ്യനിർമ്മിത ദ്വീപിനടുത്തുള്ള
ചെളി നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് മുത്തുച്ചിപ്പി ശേഖരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോളസ്ക്യൂളുകൾ, മത്സ്യങ്ങൾ, ആൽഗകൾ, പക്ഷികൾ മുതലായവ ഉൾപ്പെടുന്ന സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ദൃശ്യഭംഗിയൊക്കെ നമുക്ക് ഇതിലൂടെ ആസ്വദിക്കാനൊക്കെ കഴിയും. 2 മുതൽ 4 കിലോമീറ്റർ വരെ സന്തോഷത്തോടെ ആഴം കുറഞ്ഞ തടാകത്തിലൂടെ നമുക്ക് നടന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നമ്മളിപ്പം വന്ന ടെർമിനൽ 2 സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അന്വേഷിക്കുന്നത്, ഇപ്പോൾ ഇവിടെ വന്നപ്പം തന്നെ അവിടെ അത്യാവശ്യം നമുക്കിരുന്ന് ഫോട്ടോഷൂട്ട് നടത്താനോ റീൽസ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഊഞ്ഞാലുകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കതിനകത്ത് കയറിയിരുന്ന് ആവോളം ഊഞ്ഞാലാടാനൊക്കെ പറ്റും, ആസ്വദിക്കാൻ പറ്റും. കായൽ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഊഞ്ഞാലാടി, പ്രത്യേകിച്ച് ഒരു 4-5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു 4:30 വരെയാണ് അവർ ടൈം കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. 4:30 ആകുമ്പോഴത്തേക്ക് ബോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് അവിടെ വന്നിരുന്ന് അവിടുത്തെ കായൽ തീരത്തെ കാറ്റൊക്കെ കൊണ്ട് ഊഞ്ഞാലൊക്കെ ആടി ആസ്വദിച്ച് പോകാനൊക്കെ കഴിയും. അപ്പോൾ ഏതായാലും നമ്മളിവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടിയതാണ്ട് ഞങ്ങൾ ഉച്ച സമയം കൊണ്ടാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് പരിപാടി ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 മിനിറ്റ് മാത്രമേ നമ്മൾ ഊഞ്ഞാലിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. അവിടെ കൂളിങ്, നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റുണ്ട്. എത്ര ചൂടെന്ന് പറഞ്ഞാലും അവിടെ എത്തിയപ്പോഴത്തേക്ക് ആ ചൂടൊക്കെ കുറഞ്ഞ് നല്ല കാറ്റും നല്ല കൂളിങ്, നമുക്ക് നല്ല തണുപ്പ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കവിടെ തണുത്ത വെള്ളമൊക്കെ നമുക്ക് കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആ ഒരു കാറ് നിർത്തിയ സ്ഥലത്ത് മാത്രമേ ഞാനൊരു ഹോട്ടലായിട്ട് കണ്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കൂൾ ബാറൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കപ്പയും പിന്നെ കപ്പയും മീൻകറിയൊക്കെ ഉണ്ട്, ചൂര മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയതാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ബോട്ട് യാത്ര ചെയ്യാനുള്ള പരിപാടിയിലാണ്. ബോട്ട് യാത്രയ്ക്ക് നമ്മളിവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 150 രൂപയായിരുന്നു ടിക്കറ്റ്. നമുക്ക് 1 മണിക്കൂർ നമുക്ക് ഇവിടുന്ന് ബോട്ട് യാത്ര ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് അവർ നമ്മൾ അരമണിക്കൂർ നമുക്ക് സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയവും നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോള് പോയി സെവനപ്പൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ലഞ്ച് വേണമെങ്കിൽ 3 ഐസ്ക്രീം മേടിക്കുന്നുണ്ട്. മനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കണ്ണിന് കുളിർമയേകുന്നതും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതുമായ സ്ഥലങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പരമാവധി നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഐസ്ക്രീമൊക്കെ ആയിട്ട് ബോട്ടിലേക്ക് കയറാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിലേക്ക് പോവുകയാണ് കയറാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ശരീരമൊക്കെ ഒന്ന് ശരിക്കും കൂളാക്കിയിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് പോയത്. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണിതെന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് ഒരാൾക്ക് 150 രൂപയാണ്. അവർ നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ അവിടെ കൊണ്ടിറക്കും. ഇപ്പം നമ്മൾ അഷ്ടമുടി കായൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? അതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളമുണ്ട്, കണ്ടില്ലേ? പിന്നെ വിശാലമായി കിടക്കുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമില്ലല്ലോ. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ആ ഐലൻഡിലേക്കാണ്. അവിടെയാണെങ്കിൽ വെള്ളം നമ്മുടെ അത്രയും ഭാഗത്ത് മുട്ടോളം മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ആ ഒരു ചുറ്റുപാടും അവിടെ മരങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകളിലേക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ബോട്ട് യാത്രയൊക്കെ എന്ന് പറയുന്നത് വളരെ രസകരമായി നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഒരു പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ കാണുന്ന ബോട്ടെന്ന് പറയുന്നത് KSRTCയുടെ ആണെന്ന് തോന്നുന്നു. KSRTC അവിടെ നിന്ന് വിടുന്ന ബോട്ടാണ്. അത് രാവിലെ ഇറങ്ങുന്ന ബോട്ടാണ്. വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും. അപ്പോൾ അതേ സാമ്പ്രാണിക്കൊടി ഐലൻഡിലെത്തി. ഇത് കൂടാതെ തന്നെ ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡ് പോലെ തന്നെ വേറെ 2 ഐലൻഡും കൂടെ അപ്പുറത്തേക്ക് മാറിയുണ്ടെന്നാണ് ബോട്ടുകാർ പറഞ്ഞത്. പക്ഷേ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റേറ്റ് വരും. അല്ലെങ്കിൽ വള്ളത്തിൽ അവർ വേറെ എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളേതായാലും നമ്മൾ മേടിച്ച സെവനപ്പൊക്കെ പൂർത്തീകരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഈ വള്ളം അരമണിക്കൂർ കഴിയുമ്പോൾ, അതായത് ഈ ബോട്ട് നമ്മളെ കൊണ്ടുവന്ന ഈ ബോട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരും. അതുവരെ നമുക്ക് ഈ ഒരു ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടല്ലോ ബോട്ട് വരുന്നത് അഷ്ടമുടി കായൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇറക്കിയിട്ട് അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് മാറ്റിയിടും. നമുക്ക് അവിടെ നിന്ന് അരമണിക്കൂർ സമയം നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ
കഴിയും. അപ്പോൾ ഏതായാലും നമ്മുടെ കൂടെ ബോട്ടിൽ വന്നവരെല്ലാം വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്ന് വേണം അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും ആ മരത്തിലേക്ക് കയറാനും. അവിടെ പോയി ചേച്ചിമാരൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും അതുപോലെ തന്നെ മറ്റ് കപ്പയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. കാരണം ഇവിടെ പോകുന്നവർ എന്തായാലും ആ ചേച്ചിമാർക്ക് ഒരു സപ്പോർട്ട് ആവുകയും കൂടെ വേണം. കാരണം അവരത്രയും കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളത്തിൽ നിൽക്കുന്നതല്ലേ. അപ്പോൾ അതേതായാലും ഞങ്ങൾ ഏതായാലും അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരായിട്ട് പിടിച്ചിറക്കാണ്. ഈ പറയുന്ന കണക്ക് വെള്ളത്തിന് ഭയങ്കര ആഴമൊന്നുമില്ല. നമ്മളുടെ ഡ്രസ്സ് നമ്മൾ ഈ ചുരിദാറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടൊക്കെ ഡ്രസ്സൊന്നും നനയും, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയൊരു ആഴമൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ വെറുതെ അതിൻ്റെ ഇടയ്ക്കൂടെ കാണിക്കുന്ന കോലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷിക്കാൻ പറ്റിയ ഒരു അവസരങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മുതലാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ കിട്ടിയൊരു അവസരമാണല്ലോ, ആഗ്രഹിച്ച് കിട്ടിയതാണ്. കുറേ പേരുടെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് കൊതിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു അവസരം ഒത്ത് കിട്ടിയത്. അങ്ങനെയാണ് വെച്ച് പിടിച്ചത്. അപ്പോൾ അത് നമ്മൾ ഇത്രയും നേരം ബോട്ടിങ് ചെയ്ത് കണ്ട് അത്രയും ആഴമാർന്ന ഒരു സ്ഥലത്ത് നിന്നാണ് സ്ഥലത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ആഴമാർന്ന സ്ഥലത്തിൻ്റെ മധ്യത്ത് ഇത്രയും എന്താ പറയുന്നത് സന്തോഷകരമായി ഇത്രയും നമുക്ക് നടന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലെ 2 കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലെ 2 ഐലൻഡും കൂടെ അപ്പുറത്തേക്ക് മാറി സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഈ ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്ത് തിരിച്ചു പോകാമെന്ന് കരുതി. അപ്പോൾ നോക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ അവൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, മോള് ഫോട്ടോ എടുക്കുന്നുണ്ട്. 2 പേരും കൂടെ അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ അച്ചാച്ചനും ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കാരണം ഈ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് എനിക്ക് എൻ്റെ ഫോണിലേക്ക് തന്നെ ഈ ഫോട്ടോസ് എല്ലാം വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളുടെ ഒരു കെട്ടിപ്പിടുത്തവും ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഉണ്ടല്ലോ, ഇവിടെ എത്തിയ ഒരു പ്രത്യേക എന്താ പറയുന്ന ഒരു അനുഭൂതി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേ ബോർഡ് കണ്ടില്ലേ, സാമ്പ്രാണിക്കുടി. അപ്പോൾ ഇതാണ് ഇവിടെ ഞാൻ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഞാനപ്പോൾ ചേച്ചിമാരോട് ചോദിച്ചു, അവിടെ ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന ചേച്ചിമാരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ വെള്ളത്തിൽ ഇത്രയും സമയം നിൽക്കുന്നു എന്ന്. പക്ഷേ അത് അവർക്ക് ശീലമായതുകൊണ്ടായിരിക്കും, അവരുടെ ജോലിയുടെ ഭാഗമായി അവരിത് ശീലമായതുകൊണ്ടായിരിക്കും അവർക്ക് അത്രയും നേരം ആ വെള്ളത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. കാരണം ഡെയിലി ഒരു ദിവസത്തെ കാര്യമല്ലല്ലോ ഇത്, ഡെയിലി വന്നിങ്ങനെ നിൽക്കണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കപ്പയൊക്കെ മേടിച്ചോട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെയായിരുന്നു ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ കപ്പയും നല്ല കല്ലുമേക്കായാണ് കേട്ടോ. കല്ലുമേക്കായ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സംഭവം നല്ല അടിപൊളി സംഭവമാണ്. കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുമെന്നേ ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് പോയാൽ. പക്ഷേ ഞങ്ങളിപ്പോൾ കറി വെച്ച സാധനമാണല്ലോ മേടിച്ചത്. അപ്പോൾ ഇതൊക്കെ അവർ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരിവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ടിത് വരുന്ന ജനങ്ങൾ മേടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. വരുന്നവരെല്ലാം മേടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അവർക്കൊരു സപ്പോർട്ടും കൂടാണ്. പാവങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരല്ലേ. അവർ ഇത്രയും കഷ്ടപ്പെട്ടത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ സ്ഥലം കാണാൻ പോകുമ്പോൾ ഒന്ന് മേടിക്കാതിരിക്കുന്നത് മോശം തന്നെയാണ്. മാത്രമല്ല അവരുടെ ഒരു ജീവിത മാർഗം കൂടെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മരങ്ങളും കൂടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അരമണിക്കൂർ നമ്മളെ അവിടെ ഇറക്കി വിടുന്നത് സത്യത്തിൽ അരമണിക്കൂർ നമുക്ക് തികയത്തില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിന് തോന്നിപ്പോവും. അതിമനോഹരമായൊരു കാഴ്ചയാണല്ലോ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാനും. പിന്നെ അവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ നെല്ലിക്ക ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കപ്പ, ചൂരക്കറി, പിന്നെ കല്ലുമേക്കായ കറി വെച്ചത്. ഇനി കല്ലുമേക്കായ കറി വെക്കാതെ തന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വള്ളത്തിൽ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവരിത് തോട് കളഞ്ഞ് അതൊക്കെ അതിൻ്റെയൊക്കെ അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊണ്ട് എൻ്റെ അച്ചാച്ചൻ്റെ ഡാൻസ് ഐറ്റംസൊക്കെ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണാലും വെള്ളത്തിലോട്ടല്ലേ വീഴുന്നുള്ള സമാധാനത്തിലായിരിക്കാം കളിക്കുന്നത് കേട്ടോ. ഏതായാലും അതിൻ്റെ ഇടയ്ക്കൂടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ അടുത്ത കാലത്തൊന്നും ഇത്രയധികം ഞാൻ സന്തോഷിച്ചിട്ടില്ല കേട്ടോ. കാരണം അത്രയും നമുക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാനും സംസാരിക്കാനും പറ്റിയ ആൾക്കാരാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കും വരവും എല്ലാം വളരെ സന്തോഷപ്രദമായൊരു അവസരങ്ങളായിരുന്നു. അതുപോലെ ആ നിന്ന ചേച്ചി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുളകൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ ടേസ്റ്റായിരുന്നു.
സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് നമ്മൾ ആ മാവിലൊക്കെ ഒരു 2 മിനിറ്റ് കയറി ഇറങ്ങി, പിന്നെ മാങ്ങയൊക്കെ കഴിച്ച് കപ്പയൊക്കെ കഴിച്ച് വന്നപ്പോൾ തന്നെ സത്യത്തിൽ അരമണിക്കൂർ തികഞ്ഞു. അതിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് തന്നെ അവർ വിളിക്കാൻ തുടങ്ങി. വണ്ടിക്കാർ നമ്മളെ വിളിക്കും കേട്ടോ, സമയമായിട്ടുണ്ട്, നിങ്ങൾ റെഡിയായി വന്നോ എന്ന് തിരിച്ചു പോകാൻ വേണ്ടിയെന്ന്. അപ്പോൾ അതിന് നമ്മൾ ആ സമയത്ത് നമ്മളെ കൊണ്ടാക്കി എടുത്തോട്ട് വന്നപ്പോൾ അവിടെ ഒരു വള്ളം കിടപ്പുണ്ടായിരുന്നു. വള്ളത്തിലും കൂടി ഇരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് പോകാമെന്നൊക്കെ കരുതിയതാണ്. ഏതായാലും എന്താ പറയുക, മുട്ടിൻ്റെ അത്രയേ ഉള്ളൂ വെള്ളം. അതുകൊണ്ട് തന്നെ മുട്ടിന് മുകളിലോട്ടൊന്നും അധികം വെള്ളമില്ല. നമുക്ക് സുഖമായിട്ട് അവിടെ ഇറങ്ങി നടക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്കൂടെ വീണ്ടും നമ്മളെ കൊണ്ടാക്കിയ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടം പോലെ ആളുകൾ ഡെയിലി വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മക്കളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ തന്നെ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് വളരെ അതിമനോഹരമായ, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്ര കൂടിയായിരുന്നു. വളരെ നമ്മളെ കൂടെ നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്കെന്നും തുറന്നു പറയാൻ പറ്റിയത് ചമ്മൽ കൂടാതെ അത് പറയാൻ പറ്റുമോ ഇത് പറയാൻ പറ്റുമോ എന്നൊന്നും വിചാരിക്കാതെ വിധം നമ്മുടെ കൂടെ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ചങ്കുകളാണ് കൂടെ ഉണ്ടെങ്കിലുള്ളല്ലോ നമ്മുടെ യാത്രയൊക്കെ വളരെ സന്തോഷപ്രദമായിരിക്കും. യാത്രകളൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ളവരെ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. 2 ദിവസം ഞാൻ കൊട്ടാരക്കര കൂട്ടുകാരിയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലുണ്ടല്ലോ, ആ 2 ദിവസം എന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ടതായിരുന്നു. ആ 2 ദിവസത്തിലെ ഓരോ നിമിഷവും പോയത് സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല. സത്യത്തിൽ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയപ്പോൾ തന്നെ 2 ദിവസം ഫുൾ യാത്രയാവണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു ദിവസം തന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം രാത്രി 10 മണിയായിട്ട് പിന്നെ വീട്ടിലേക്ക് കയറി എത്തിയത്. അപ്പോഴത്തേക്കിനും നമ്മുടെ 2 വീട്ടിലും എൻ്റെ അടുത്തും അവളുടെ അടുത്തും ഓരോ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളെ 2നെയും അപ്പുറം കെട്ടിയിട്ടിട്ടാണ് പോയത് കേട്ടോ. നമ്മുടെ മനസ്സ് മൊത്തം അതുങ്ങളുടെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ കൂടാമെന്ന് വെച്ച് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു. തോട്ടിലൊക്കെ പോയി ശരിക്ക് എന്താ പറയുക, അറമാദിക്കുകയൊക്കെ ചെയ്യുമല്ലോ, സന്തോഷിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുപോലെ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാമ്പ്രാണിക്കുഴിയിലൊക്കെ ഇറങ്ങി അവിടെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ട് അവിടുത്തെ ചേച്ചിമാരോടൊക്കെ സംസാരിച്ച് അവിടുന്ന് കഴിക്കാനുള്ളതെല്ലാം കഴിച്ച് അവിടുത്തെ മരത്തിലൊക്കെ വലിഞ്ഞു പിടിച്ച് കയറിയിട്ട് തിരിച്ചു മടങ്ങി വരുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ തിരിച്ചു മടങ്ങി വരുമ്പോൾ ഒരു എന്താ പറയുന്നത്, സമയം ഇത്രയും പോരായിരുന്നു, കുറച്ചും കൂടെ വേണമായിരുന്നു എന്നൊക്കെ മനസ്സിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോയി ഇറങ്ങാനൊരു മടി, നമുക്ക് കിട്ടിയ സമയം എന്താ പറയുക കുറഞ്ഞു പോയോ എന്നൊക്കെ ഒരു തോന്നലായിപ്പോയി. എന്നാലും ജീവിതത്തിൽ ഒരിക്കലും നടക്കുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നൊരവസരം നമുക്ക് ഒത്തു കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഇത്രയും വെള്ളം ഉള്ളപ്പോഴാണ് നമ്മൾ അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കാരണം ഇവിടുത്തെ ആഴമല്ലായിരുന്നു അവിടെ. ഏതായാലും നമ്മളെ എത്തി, നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ മക്കളെ.